തെക്കിലാച്ചി ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റമാണിത്. തേങ്ങാപ്പാലും പഴവും കള്ളിൽ നിന്നുണ്ടാക്കുന്ന ശർക്കരയും മിക്സ് ചെയ്തിട്ടുള്ള പാനിയും കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. ലക്ഷദ്വീപ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് 450 വരെ കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയും 36 ദ്വീപ് സമൂഹവും ഉള്ള യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ഇതിൽ 10 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ലക്ഷദ്വീപിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമാണ്. എന്നാൽ മിനിക്കോയ് പോലുള്ള ദ്വീപുകളിൽ പഹാൾ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സീസൺ ഒക്ടോബർ ടു മാർച്ച്. ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ഓർ ഷിപ്പ്. ഷിപ്പിനാണെങ്കിൽ 2000 to 3000 റേറ്റും, ഫ്ലൈറ്റിനാണെങ്കിൽ 6000 to 10000 വരെ റേറ്റും. 3 night 4 days വരുന്ന ലക്ഷദ്വീപ് പാക്കേജിന്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കാം. ഡേ 1 ഗോൾഡൻ ജൂബിലി മ്യൂസിയം, ലഗൂൺ ബീച്ച്, അന്താൻ ബീച്ച്, ഈസ്റ്റേൺ ജെട്ടി, ഫ്ലോട്ടിംഗ് ജെട്ടി, വെസ്റ്റേൺ ജെട്ടി. ഡേ 2 തിന്നക്കര ഐലൻഡ് വിസിറ്റ്, സ്നോർക്ലിംഗ്, ബംഗാരം ഐലൻഡ് വിസിറ്റ്, സാൻബാങ് വിസിറ്റ്, കോറൽ ഗാർഡൻ വിത്ത് സ്നോർക്ലിംഗ്. ഡേ 3 സ്കൂബ ഡൈവ്, കയാക്കിംഗ്, ഗ്ലാസ് ബോട്ട് റൈഡ്, കൽപ്പത്തി ഐലൻഡ്. അകത്തിൽ അന്നത്തെ ദിവസം ഷോപ്പിംഗ് ചെയ്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ കയറാവുന്നതാണ്. ഫുഡ് ഐറ്റംസ് ഖിലാഞ്ചി, അടാപത്തിരി, ഫിഷ് ബിരിയാണി, തേങ്ങാപ്പേട്, പ്രധാന കൾച്ചറൽ പ്രോഗ്രാം, കോലുകളി, പെട്രോൾ പമ്പുകളുള്ള ഐലൻഡുകൾ, കവരത്തി, മിനിക്കോയ്, ആന്ത്രോക്ക്. ഇലക്ട്രിസിറ്റി സോഴ്സ് എന്ന് പറയുന്നത് ജനറേറ്റർ ആണ്. കപ്പലിലെ ഡീസൽ കൊണ്ടുവന്ന് ജനറേറ്റർ പ്രവർത്തിച്ചാണ് അവിടെയുള്ള മെയിൻ ഇലക്ട്രിസിറ്റി സ്രോതസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തെങ്ങും അതേപോലെ തന്നെ ഫിഷിങ്ങുമാണ്.